BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിനെതിരെ കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ. G. സുധാകരൻ MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തി കൊണ്ടുതന്നെ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തു. G. സുധാകരന് സ്വീകരണം നൽകുമ്പോൾ LDF നേതൃത്വത്തിൽ പ്രതിഷേധിക്കുമെന്ന നേരത്തെ വിവരം കിട്ടിയിട്ടും പോലീസ് അറിയിക്കാത്തതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നേതാവ് അരിതാ ബാബുവിനോട് പോലീസ് അപമര്യാദയായി പെരുമാറിയിരുന്നു. ഇത് സംബന്ധിച്ച് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അരിതാ ബാബു പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ നടന്ന അക്രമത്തിലും പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾക്കെതിരെയും പോലീസ് മാന്യമായല്ല പെരുമാറിയതെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് NP പ്രവീൺ ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് വിളിച്ച് പരാതി പറയുകയും ചെയ്തിരുന്നു. UDF അധികാരത്തിൽ വന്ന 2 മാസം കഴിഞ്ഞിട്ടും പോലീസ് സംവിധാനത്തിൽ മാറ്റം വരാത്തതാണ് കോൺഗ്രസ് പ്രവർത്തകരെ അലോസരപ്പെടുത്തുന്നത്. ജില്ലാ പോലീസ് മേധാവിയെയും DYFPയെയും മാറ്റിയെങ്കിലും CIമാരെയും SIമാരെയും മാറ്റിയിട്ടില്ല. ഇതാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് നീതി കിട്ടാത്തതിന് കാരണമെന്നാണ് നേതാക്കൾ പറയുന്നത്. 10 വർഷമായി കോൺഗ്രസ് പ്രവർത്തകർ നേരിട്ട അവഗണന മാറാൻ രമേശ് ചെന്നിത്തല കാര്യമായി ഇടപെടണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം പോലീസിന് 10 കൊല്ലമായ ഹാങ് ഓവർ ഇപ്പോഴുമുണ്ടെന്നും അവർ മാറി വരുന്നേയുള്ളൂവെന്നും ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് നേരിട്ട പോലീസിന്റെ നടപടിക്കെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. സമരം ചെയ്യുന്നവരോട് പോലീസ് കാണിക്കേണ്ട സമീപനത്തിൽ കൃത്യമായ മാറ്റമുണ്ടാകണം. അത് ഡൽഹിയിലായാലും കേരളത്തിലായാലും ഒരു പെൺകുട്ടിയെ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? യൂത്ത് കോൺഗ്രസ് നേതാവായ അരിതാ ബാബുവിനെ സമരത്തിനിടെ പോലീസ് വലിച്ചിഴച്ച നടപടിയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.